ഹലോ ഗൈസ്, എനിക്കിവിടെ 4,70,000 രൂപയാണ് ലോൺ അപ്രൂവലായി ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 5 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ 4,70,000 രൂപ ലോൺ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്. ഏകദേശം രണ്ട് രീതിയിലാണ് ലോൺ വരുന്നത്. ഫ്ലെക്സി ടേം ലോൺ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ടേം ലോൺ എന്ന് പറഞ്ഞുകൊണ്ട്. ഫ്ലെക്സി ടേം ലോൺ ആകുമ്പോൾ 11,151 രൂപയാണ് അടവ് വരുന്നത്. ഓക്കെ, ടേം ലോൺ ആകുമ്പോൾ 10,219 രൂപയാണ് എനിക്ക് ഒരു മാസം അടവായിട്ട് വരുന്നത്. ഏകദേശം 60 മാസമാണ് അടവ് വരുന്നത്. ഹലോ ഗൈസ്, രാഹുൽ ടെക് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് ബജാജ് ഫിൻസർവ് ലോൺ എന്നാണ്. ബജാജ് ഫിൻസർവ് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിൽ EMI കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലോണിനും അപ്ലൈ ചെയ്യാം. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ലൈവായിട്ട് നമ്മളിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ ചാനൽ വഴി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോൺ റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ലോൺ ഒന്നെങ്കിൽ ബജാജ് ഫിൻസർവിന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബജാജ് ഫിൻസർവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പേഴ്സണൽ ലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആഡ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അപ് ടു 55 ലക്ഷം വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം വിത്തിൻ 24 hours ഡിസ്പേഴ്സൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ കാണാം. 1,00,000 രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് അടവ് കാര്യങ്ങൾ, 84 മാസത്തേക്കാകുമ്പോൾ എത്രയാണ് അടവ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സി ടേം ലോൺ, അതുപോലെ ഫ്ലെക്സി ഹൈബ്രിഡ് ലോൺ, ടേം ലോൺ, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. എത്ര രൂപ, 1,00,000 രൂപയ്ക്ക് എത്ര ഇൻട്രസ്റ്റ് വരും, എത്ര ഡീറ്റെയിൽസ്, എത്ര EMI വരും എന്നൊക്കെ അതിൽ കാണിക്കാവുന്നതാണ്. അതെല്ലാം നോക്കിയതിന് ശേഷം താഴെ അപ്ലൈ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു OTP വരുന്നതാണ്. OTP വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ഒന്നുകൂടെ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് താഴേക്കും സ്ക്രോൾ ചെയ്യുക. നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാവുന്ന നല്ലതാണ്, ലോണാണ്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ശേഷം താഴെ അപ്ലൈ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാം. ഒന്ന് ലോഡ് ആവും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മുടെ ജെൻഡർ, അതുപോലെ നമ്മുടെ പാൻ നമ്പർ, എംപ്ലോയ്മെന്റ് ടൈപ്പ്. അവിടെ നിങ്ങൾ സാലറിഡ് ആണെങ്കിൽ സാലറിഡ് എൻ്റർ ചെയ്യാം, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സാലറിഡ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം പ്രോസസ്സിങ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻകം വെരിഫിക്കേഷൻ, നമ്മൾ സാലറി കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബാങ്കിലാണെന്നുള്ള ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യും, കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് ഒന്ന് ലോഡായി, ഇൻകം വെരിഫിക്കേഷൻ എന്നുള്ള ജസ്റ്റ് ഒന്ന് ലോഡായി വരും, കുറച്ച് ടൈം എടുക്കും അത്. ഓക്കെ, അതിനുശേഷം ഒരു OTP നമ്മുടെ ബാങ്ക് സൈഡിൽ നിന്ന് വരുന്നതായിരിക്കും. ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനവിടെ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്രോസസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 2-3 ബാങ്ക് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഏതാണ് ബാങ്ക് അക്കൗണ്ട് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഓൾ എന്ന് പറയുന്ന താഴെയുള്ള ആ ഒരു കോളം കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെർമിഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം കൊടുത്ത് ഗീവ് കൺസെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് ലോഡ് ആവട്ടെ. ഓക്കെ, നമ്മുടെ കൺസെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇൻകം വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നുണ്ട്. ഇൻകം വെരിഫിക്കേഷൻ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുമെന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അടുത്താണ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് കൊടുത്തെങ്കിൽ വേറെ രീതിയിലാണ് വരിക. അപ്പോൾ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കമ്പനി ഡീറ്റെയിൽസ്, അതുപോലെ കമ്പനി നമ്മൾ സാലറി ആണെങ്കിൽ സാലറി, അതുപോലെ വർക്ക് ഇമെയിൽ, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓഫീസ് അഡ്രസ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഇമെയിൽ ഓഫീസ് അഡ്രസ്സ് കാര്യങ്ങൾ, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID വെരിഫിക്കേഷൻ, വർക്ക് ഇമെയിൽ ID, നമുക്കൊരു വർക്ക് ഇമെയിൽ ID ഉണ്ടാവും. ആ ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്തുകൊണ്ട് ആ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തുകൊണ്ട് എന്താ പറയുക, ഓഫീസ് വെരിഫിക്കേഷൻ, ഇമെയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ അപ്രൂവൽ ആ ഒരു പ്രോസസ് കൂടെ കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ അപ്രൂവൽ ആയി എന്നുള്ളത് കാണും. എനിക്കിവിടെ 4,70,000 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. 4,70,000 രൂപ 60 മാസത്തേക്ക് 10,219 രൂപ വെച്ചാണ് അടവ് വരുന്നത്. 10,219 രൂപ വെച്ച അടവ് 60 മാസത്തേക്ക് ഏകദേശം 4,70,000 രൂപയാണ് എനിക്കിവിടെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ അപ്രൂവൽ കിട്ടി എന്നുള്ളത് കാണും. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടെ നമ്മുടെ എന്താ പറയുക, ഒരു സെൽഫി എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ ക്ലിക്ക് സെൽഫി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സെൽഫി അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെൽഫി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡിജി ലോക്കർ, ഈ KYC വെരിഫിക്കേഷനാണ്, ആധാർ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിജി ലോക്കറിലേക്ക് ഒന്ന് ലോഡ് ആവുന്നതാണ്.
ഓക്കെ, ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ഒരു OTP വരുന്നതാണ്. ആ OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫാദർ നമ്മളൊരു ഫുൾ നെയിം, നമ്മുടെ ഒരു ഫാദർ നെയിം അല്ലെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഫാദർ അല്ലെങ്കിൽ മദറിൻ്റെ ഒക്കെ കൊടുക്കണം. അതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക. അപ്പോൾ KYC വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ KYC കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും അത്. ഓക്കെ, അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനാണ്. ഇപ്പം ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ, IFSC കോഡ്, ഡീറ്റെയിൽസ്, സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് ടൈം എടുക്കും അത്. ജസ്റ്റ് ഒന്ന് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ബജാജ് ഫിൻസർവിൽ ലോൺ അപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. 4,70,000 രൂപയാണ് എനിക്ക് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്. ഇനി അവരുടെ ഏജൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മളിതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് അവരെ കാണിച്ചുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്താൽ നമുക്ക് 24 hours നമുക്ക് ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഓക്കെ, അതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനായിട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പിന്നെ ഒരു ക്യാൻസൽഡ് ചെക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ആ ഏജന്റ് ചോദിക്കുക. അപ്പോൾ ഏജന്റ് നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കോൺടാക്ട് ചെയ്തായിരിക്കും. താങ്ക് യു.